പൈസ 1,00,000 50,000 കൊടുക്കുകയാണ്, വിശ്വസിച്ച് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്ന് 30,000 അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സംഖ്യയോ എടുത്തിട്ട് അതാ പള്ളിയിൽ ചെറിയ നോമ്പുതുറ സംഘടിപ്പിച്ചിട്ട് ബാക്കി പൈസ എടുത്തിട്ട് പള്ളിയുടെ അതാ പണിക്കോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ ശമ്പളത്തിന്റെ പൂർത്തീകരണത്തിനോ മറ്റുമെല്ലാ വിഷയങ്ങൾക്കോ മാറ്റിവെക്കുകയാണ്. ഇത് തന്ന അറബി അറിയൂല്ല, തന്ന ആളറിയൂല്ല, വകുപ്പ് മാറ്റി ചെലവഴിക്കുകയാണ്. മുത്തുനബി പഠിപ്പിച്ചതെന്താ? വിശ്വസിച്ചാൽ വഞ്ചിക്കുന്ന പരിപാടി, അത് അതാ നിഫാഖുള്ളവന്റെ പരിപാടിയല്ലേ? അത് മുഅ്മിനിന്റെ അടയാളമാണോ? വിശ്വസിച്ച് തന്നതല്ലേ? വിശ്വസിച്ച് തന്നതല്ലേ? അതല്ലെങ്കിൽ നോമ്പുതുറ നടത്തിയിട്ട് ബാക്കി പൈസ നിങ്ങൾ പള്ളിക്കെടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കാം, ഉസ്താദുമാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാം. എല്ലാതെ വകമാറ്റി ചെലവഴിക്കുന്നത് ഭൂഷണമല്ല, ഒരിക്കലും യോജിച്ചതല്ല, മുസ്ലിമിന് പറഞ്ഞതല്ല, മുഅ്മിനിന് പറഞ്ഞതല്ല. വിശ്വസിച്ചുകൊണ്ട് തന്ന സാധനം അത് വകുപ്പ് മാറ്റി ചെലവഴിച്ച് ആ സാധു നോമ്പ് തുറപ്പിക്കാൻ തന്ന പൈസ എടുത്തിട്ട് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്താൽ, അല്ലെങ്കിൽ പള്ളിക്ക് പെയിന്റ് അടിച്ചാൽ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കാർപ്പറ്റ് വാങ്ങിയാൽ, പള്ളിയിലേക്ക് വല്ലതും വാങ്ങിയാൽ ഹലാലാകുമോ? ഇല്ലേ, ഇല്ല, ഇല്ലേ, ഇല്ല എന്ന് അധിക സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രശ്നം എന്താണ്? വകുപ്പ് മാറ്റി ചെലവഴിക്കുകയാണ്. ബദരീങ്ങളാണ്ട് വരാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ബദരീങ്ങളാണ്ടിന് ലക്ഷങ്ങളെ പിരിക്കും, അതേ 10,000 പിരിക്കും. ബദരീങ്ങളാണ്ടിന് ചെറിയൊരു ചെലവും നടത്തിയിട്ട് ബാക്കി വകുപ്പ് മാറ്റി ചെലവഴിക്കുന്നു. അതേ മുഅ്മിനീങ്ങളോട് പറയുന്നുണ്ടോ? ഇത് ബദരീങ്ങളാണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഞങ്ങൾ വകുപ്പ് മാറ്റുന്നുണ്ടെന്ന് പറയുന്നില്ലേ? ഇല്ല. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു പെങ്ങള്, ഒരു മുഅ്മിനായ മനുഷ്യന്, ഒരു സാധുവായ മനുഷ്യന് 500 രൂപ ബദരീങ്ങൾക്ക് തന്നാൽ അതെന്തിനു വേണ്ടി തന്നതാണ്? അത് ബദരീങ്ങൾക്ക് വേണ്ടി തന്നതാണ്. ബദരീങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ തന്നതാണ്. ബദരീങ്ങളുടെ പേരിൽ മാംസം വാങ്ങാൻ വേണ്ടി തന്നതാണ്. അത് വകുപ്പ് മാറ്റാൻ ആർക്കുണ്ട് ഇവിടെ അധികാരം? അത് വകുപ്പ് മാറ്റാൻ ആർക്കുണ്ട് ഇവിടെ അധികാരം? അല്ലാഹ്, 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 അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നും വകുപ്പ് മാറ്റി ചെലവഴിക്കാതെ അത് അതിൻ്റെതാകുന്ന റൂട്ടിലൂടെ ചെലവഴിക്കുമ്പോ ആ പള്ളിക്ക് ബറക്കത്തുണ്ട്, ആ പള്ളിക്ക് സന്തോഷമുണ്ട്, ആ മഹല്ലത്തിൽ ഐക്യമുണ്ട്, ആ മഹല്ലത്തിൽ ബറക്കത്തുണ്ട്, ആ നാട്ടിൽ റഹ്മത്തുണ്ട്, ആ നാട്ടിൽ ബറക്കത്തുണ്ട്. ഞാനിത് പറഞ്ഞത് എന്തിനാ? സുബ്ഹാനല്ലാഹ്. ഇന്ന് പല സ്ഥലത്തും കണ്ടുവരുന്ന പരിപാടി ഇതൊക്കെയും വജ്ഹുല്ലാഹ്, അല്ലാഹു തആലാന്റെ വജ്ഹിന് വേണ്ടിയല്ലോ, മറിച്ച് എന്തിനു വേണ്ടിയാ? പേരിനും പ്രശസ്തിക്കും പെരുമയ്ക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ നോമ്പ് തുറപ്പിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ പരിപാടി നടത്തിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തോ, കാര്യമുണ്ട്, ഉണ്ട്, കാര്യമുണ്ട്, ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ റമളാൻ, അതേ 10 ഈ റമളാനിൽ എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഈ റമളാൻ 10 പ്രത്യേകതയുണ്ട്. ഏതാണ് ആ പ്രത്യേകത? ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആണ്ടിന്റെ